ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ, ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടർ സയൻസിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഡേറ്റാ സ്ട്രക്ചേഴ്സ്. നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ ചെല്ലുമ്പോൾ ഒരു സബ്ജക്റ്റായി തന്നെ പഠിക്കേണ്ട അനേകം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏരിയയാണ്. വളരെ സിമ്പിളായി നാം ഇവിടെ പഠിക്കുന്നത്. ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുക, അതിനെ വളരെ കാര്യക്ഷമമായി യൂസറിന് മുന്നിൽ അവതരിപ്പിക്കുക, പ്രസൻറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഇൻഫർമേഷനെ ഉപയോഗിക്കുന്ന എൻഡ് യൂസേഴ്സ് വ്യത്യസ്ത തരത്തിലുള്ളവരായിരിക്കും. അത് മനുഷ്യരാവാം, അല്ലെങ്കിൽ മറ്റു കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആവാം, ഡിപ്പെൻസ്. ഡേറ്റയെക്കുറിച്ച് വളരെ വിശദമായി +1 ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുന്നതിൻ്റെ വേരിയസ് സ്റ്റെപ്സ്, ഡേറ്റാ പ്രോസസ്സിംഗ് സ്റ്റെപ്സ്, ഇതെല്ലാം ഹൃദിസ്ഥമാക്കിയവരാണ് നമ്മളെല്ലാവരും. ആസ് സെഡ് ഇൻ പ്രീവിയസ് ചാപ്റ്റേഴ്സ്, we are witnessing exponential growth in computer storage and computational capacities. The main challenge is to take those data and turn them into a useful product. Here, what is that useful product? What is the name of that product? Yes, information, knowledge, etc. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് ഡേറ്റയെ മാനേജ് ചെയ്യുന്നത്? നമ്മൾ ചില സാമ്പിൾ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഡേറ്റയെ റെഫർ ചെയ്യുന്നത്. ഇനി ഡേറ്റയെ ഒന്ന് ക്ലോസായി മോണിറ്റർ ചെയ്താലോ? അവയുടെ സ്വഭാവം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അവയ്ക്ക് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. ചില ഡേറ്റ അറ്റോമിക്കാണ്. ഉദാഹരണത്തിന് ഒരാളുടെ പേര്, ഒരാൾക്ക് ലഭിച്ച മാർക്ക്, ഒരു പ്രൊഡക്റ്റിൻ്റെ വില, പാസ്വേഡ്, ഇതെല്ലാം അറ്റോമിക്കാണ്. ഫണ്ടമെൻ്റൽ ഡേറ്റയാണ് ഇവയെല്ലാം. വിച്ച് മീൻസ് വി കനോട്ട് ഡീകമ്പോസ് ദോസ് ഡേറ്റ ഇൻ ടു ഫർദർ സിംഗിൾ കമ്പോണൻസ് അല്ലേ? അവയെ വീണ്ടും നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കുകയില്ല. വി യൂസ് ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ടു റെപ്രസെൻറ്റ് ദോസ് ഡേറ്റ, ലൈക്ക് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, ഇവയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡേറ്റ ക്യാൻ ഓൾസോ ബി അഗ്രിഗേറ്റഡ്. എന്താണ് അഗ്രിഗേറ്റഡ് ഡേറ്റ? ഫണ്ടമെൻ്റൽ ഡേറ്റയെ ഉപയോഗിച്ച് ഗ്രൂപ്പ് ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് ഡേറ്റ ഈസ് ഹൈ ലെവൽ ഡേറ്റ വിച്ച് ഈസ് അക്വയർഡ് ബൈ കമ്പൈനിങ് ഇൻഡിവിജ്വൽ ലെവൽ ഡേറ്റ. അറേസ്, സ്ട്രക്ചർ എന്നിവ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയവയാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്, ഒരു ക്ലാസ്സിൽ 55 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 55 സ്റ്റുഡൻസിൻ്റെയും മാർക്ക് സ്റ്റോർ ചെയ്യാൻ ഒരിക്കലും വേരിയബിളിന് മാത്രം, ഒറ്റ വേരിയബിളിന് മാത്രം സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ നാം അറേസ് ഉപയോഗിക്കും, അറേ വേരിയബിൾസ് ഉപയോഗിക്കും. ഇനി ഒരാളുടെ അഡ്രസ്സിൽ അയാളുടെ പേരുണ്ടാകും, വീട്ടുപേരുണ്ടാകും, പോസ്റ്റ് ഓഫീസ് ഉണ്ടാകും, പിൻ ഉണ്ടാവും അല്ലേ? ഇനി അയാളുടെ മെയിൽ ID വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെല്ലാം ഒരു യൂണിറ്റാക്കി മാറ്റുന്നതിന് നാം എന്തുപയോഗിച്ചു? സ്ട്രക്ചർ ഉപയോഗിച്ചു. ലൈക്ക് ഒരു ബുക്കിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ചവരാണ്. സോ അറേ ഈസ് എ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ, വെറാസ് സ്ട്രക്ചർ ക്യാൻ ബി എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. ഈ ഡെഫിനിഷൻ എല്ലാം ഒന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്തു എന്ന് മാത്രം. ഇവിടെ ഡേറ്റയെ എഫക്റ്റീവായി പ്രോസസ്സ് ചെയ്യുന്നതിന് വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അത് C ആവട്ടെ, CPP, ജാവ, R, പൈത്തൺ, ഏതുമാവട്ടെ, ഇവയൊക്കെ പലതരത്തിലാണ് ഈ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഡേറ്റയെ വ്യത്യസ്ത തരത്തിൽ ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജികളെക്കുറിച്ചാണ് ഡേറ്റാ സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കിൽ നാം പഠിക്കുന്നത്. ഇവയെ കൃത്യമായി ഓർഗനൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവയെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവയെല്ലാം വെളിപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ ഈ ഡേറ്റയുടെ ഓരോ കമ്പോണൻറ്റിനെയും ആക്സസ് ചെയ്ത് എഫക്റ്റീവായി പ്രോസസ്സ് ചെയ്ത് ആവശ്യമായ ഇൻഫർമേഷനെ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. സോ
ഡേറ്റാ സ്ട്രക്ചർ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ കൺസെപ്റ്റ് ഓഫ് ഡേറ്റാ സ്ട്രക്ചർ വിത്ത് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്. ഇറ്റ് ക്ലാസിഫൈസ് ഡേറ്റാ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ. ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കും. ഇറ്റ് ലിസ്റ്റ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഓൺ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദം. എക്സ്പ്ലെയിൻസ് ദ ഓർഗനൈസേഷൻ ഓഫ് stack data structure with the help of examples. Various operations on stack also will be explored in this chapter. Then another interesting data set type Q that also will be explored in this chapter. Later, towards the end of the chapter, we will explore another interesting data structure which is called linked list. ഇത്രയുമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഡേറ്റാ സ്ട്രക്ചറിലെ പല ആപ്ലിക്കേഷൻസും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൽ ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ഉപയോഗം വ്യക്തമാക്കുന്നതിന് 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഫേസ്ബുക്കിൽ നമ്മൾ ഫ്രണ്ട് സെർച്ച് നടത്താറില്ലേ? ഒരാളുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അയാൾ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ ഉണ്ടോ എന്നറിയാൻ ആ പ്രൊഫൈലിലേക്ക് പോകുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യും? നമ്മുടെ പേര് സെർച്ച് ബോക്സിൽ, അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ സെർച്ച് ബോക്സിൽ എൻ്റർ ചെയ്യുന്നു, സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള അതേ പേരിനോട് മാച്ച് ചെയ്തിട്ടുള്ള എല്ലാം ആദ്യം ലിസ്റ്റ് ചെയ്യും, തുടർന്ന് ബാക്കിയുള്ളവയെല്ലാം ലിസ്റ്റ് ചെയ്യും, അവരുടെ പ്രൈവസി പോളിസി അനുസരിച്ച്. നമ്മുടെ പ്രൊഫൈലും നമ്മൾ സെർച്ച് ചെയ്യപ്പെട്ട പേഴ്സൻ്റെ പ്രൊഫൈലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് യൂസസ് the graph data structure to maintain relationships between friends. ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സർവീസസ് പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുമ്പോൾ നടത്താറുണ്ട്. ഫൈൻഡിങ് ഓൾ ദ മ്യൂച്വൽ ഫ്രണ്ട്സ് ഫോർ എ നോഡ് ഇൻ ദ നെറ്റ്വർക്ക്, ദെൻ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ഇൻഡെക്സിംഗ്, എക്സെട്ര. ദർ ആർ എ ഹോസ്റ്റ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. സോ ഡേറ്റാ സ്ട്രക്ചർ ഈസ് ദ ഫണ്ടമെൻ്റൽ ബിഹൈൻഡ് ഓൾ ദീസ് കൺസ്ട്രക്ട്സ്. എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. വളരെ ഹോട്ടായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസീസ്, അല്ലേ? ഹിയർ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചർ കൺസെപ്റ്റാണ് ബിറ്റ്കോയിൻ്റെ ട്രാൻസാക്ഷനുകളെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബിറ്റ്കോയിൻ്റെ അടിസ്ഥാനം ബ്ലോക്ക് ചെയിൻ എന്ന ഡേറ്റാ സ്ട്രക്ചറാണ്. ഇതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് നാം പഠിക്കുന്നുണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന പേരിൽ. ഈ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡേറ്റയെ എഫക്റ്റീവായി യൂസ് ചെയ്യുന്നതിനാണ് ഡേറ്റാ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് എന്ന് നാം പറഞ്ഞു വെച്ചു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില സൗകര്യങ്ങൾ നാം അനുഭവിക്കാറുണ്ട്. അവ ഓരോന്നോരോന്നായി പരിശോധിക്കാം. ചിത്രത്തിലേക്ക് നോക്കൂ. കളക്ഷൻ ഓഫ് ടോയ്സ്. കുറേ കളിപ്പാട്ടങ്ങൾ പ്രത്യേക അറേഞ്ച് ചെയ്യാതെ നമ്മൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. സാധാരണ വീടുകളിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ടോയ്സ് അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളായിരിക്കും എന്ന് മാത്രം. ഇവിടെ ഒരു പർട്ടിക്കുലർ ഐറ്റം നമുക്ക് തിരഞ്ഞു പിടിക്കണമെങ്കിലോ അല്പം ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? സി അനദർ പിക്ചർ, എ കളക്ഷൻ ഓഫ് പ്ലേറ്റ്സ് വിച്ച് ഈസ് പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺ എ സ്റ്റാൻഡ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ സ്റ്റാൻഡിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റ് എടുക്കാം. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ മറ്റൊരു പ്ലേറ്റ് പ്ലേസ് ചെയ്യാം. വിച്ച് മീൻസ് I can access element from this stand, right? Also, if space is available, I can insert another plate over there. പക്ഷേ എത്ര എണ്ണം വേണമെങ്കിലും പ്ലേറ്റ് എനിക്കിവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, സ്റ്റാൻഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്. പക്ഷേ നേരത്തെ കണ്ട ടോയുടെ പിക്ചറിൽ നിന്നും അല്പം കൺവീനിയൻ്റ് ആണിത്. കാരണം ഡേറ്റ ആക്സസ് അല്പം എളുപ്പമാണ്, കൃത്യമായി അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. സി അനദർ പിക്ചർ, എ സെറ്റ് ഓഫ് ഡിസ്ക് ഇൻ എ CD പാക്ക്. CD അല്ലെങ്കിൽ DVD ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഷോപ്പിൽ പോയി ഒരു DVD വാങ്ങിക്കുമ്പോൾ അവരെടുത്ത് തരുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആ ഒരു സ്ട്രക്ചറിൽ നിന്നായിരിക്കും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എത്ര CD നമുക്ക് ആ സ്റ്റാൻഡിലേക്ക്, ആ സ്റ്റിക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും? അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലേ? ഒരു ബണ്ടിൽ ചിലപ്പോൾ 50 ഉണ്ടാവാം, 100 ഉണ്ടാവാം. ആ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ CD നമുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല.
ഇനി മറ്റൊരു പ്രത്യേകത, എനിക്ക് ഒരു പർട്ടിക്കുലർ സി ഡി എടുക്കണമെങ്കിൽ എങ്ങനെ ഞാൻ അതിൽ നിന്നും ഡിസ്കിനെ എടുക്കും? ഓഫ് കോഴ്സ് ഏറ്റവും ടോപ്പിലുള്ള സി ഡി ആദ്യം എടുത്തു മാറ്റും. അങ്ങനെ ഓരോന്നും എടുത്ത് മാറ്റി ഏത് സി ഡി ആണോ എടുക്കേണ്ടത് അതേവരെ, അതിന് തൊട്ട് മുമ്പുള്ള ഡിസ്ക് വരെ എടുത്ത് മാറ്റണം. ശരിയാണല്ലോ? ശരിയാണ്. ഇതിലേക്ക് പുതിയൊരു സി ഡി ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ, ഓർ ഇഫ് ഐ ഹാവ് ടു പ്ലേസ് എ ന്യൂ സി ഡി ഓൺ ദാറ്റ് സ്ട്രക്ചർ ഓർ ഓൺ ദാറ്റ് ഡിസ്ക് സ്റ്റാൻഡ്, എന്തു ചെയ്യും? ഓൺ ടോപ്പ് ഓഫ് ദി പ്രീവിയസ്, ഓർ ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന, ഏറ്റവും അവസാനം പ്ലേസ് ചെയ്തിരിക്കുന്ന സി ഡിയുടെ മേളിലേക്ക് മാത്രമേ എനിക്ക് പുതിയ ഒരു സി ഡി ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹാവ് യു നോട്ടീസ്ഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കൺസെപ്റ്റ്സ്? നേരത്തെ കണ്ട പ്ലേറ്റിൻ്റെ സ്റ്റാൻഡും ഇപ്പോൾ കണ്ട സി ഡിയുടെ പാക്കും തമ്മിൽ ചില വ്യത്യാസങ്ങളില്ലേ? രണ്ടിടത്തും രണ്ട് വസ്തുക്കളാണെങ്കിലും ഇൻസെർഷനും ആക്സസും ഒക്കെയാണ് നടന്നത്. പക്ഷേ നേരത്തെ കണ്ട പ്ലേറ്റ്സിൻ്റെ സ്റ്റാൻഡിൽ എവിടെ നിന്ന് വേണമെങ്കിലും എനിക്ക് ഡേറ്റ എടുക്കാം, പ്ലേറ്റ് എടുക്കാം. സ്പേസ് ഉണ്ടെങ്കിൽ, സ്ലോട്ട് ഉണ്ടെങ്കിൽ ആ സ്ലോട്ടിലേക്ക് എനിക്ക് ഡേറ്റയെ, പ്ലേറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ബട്ട് സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ് ഹിയർ, റൈറ്റ്? I cannot simply put, or I cannot simply insert a CD in the middle of the existing different CDs. Correct? അപ്പോൾ അവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. എന്താണ് ഇതെന്നുള്ളത് ഉടനെ നമ്മൾ പഠിക്കും. അടുത്ത ചിത്രത്തിലേക്ക് വരാം. ഇവിടെ രണ്ട് വ്യത്യസ്ത ഇൻസിഡൻസ് ആണ് കാണിക്കുന്നത്. ആദ്യത്തേതിൽ കുറച്ച് സ്റ്റുഡൻസ് ക്യൂ നിൽക്കുന്നു. നമ്മുടെ ലൈഫിൽ പലയിടങ്ങളിൽ നാം ക്യൂ നിൽക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അകലം പാലിച്ച് നാം ക്യൂ നിൽക്കാറുണ്ട്. എന്താണ് ക്യൂവിൻ്റെ പ്രത്യേകത? ഏറ്റവും മുന്നിലുള്ള ആളെ ആയിരിക്കും എന്തിനാണോ ക്യൂവിൽ നിൽക്കുന്നത് അവിടെ ആദ്യം വിളിക്കുക. ശരിയല്ലേ? നമ്മൾ പാല് വാങ്ങിക്കാൻ മിൽമ ബൂത്തിൽ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലുള്ള ആൾ പാല് വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്നു. തൊട്ടടുത്ത ആൾ പിന്നീട്, അങ്ങനെ ഏറ്റവും പിറകിലുള്ള, ക്യൂവിൻ്റെ ഏറ്റവും പിറകിലുള്ള ആൾക്ക് അവസാനം. ഇനി പുതിയ ഒരാൾ ഈ ക്യൂവിലേക്ക് വരികയാണെങ്കിലോ, അയാൾ നേരെ ഫ്രണ്ടിലേക്ക് നിന്നാലോ, നമ്മൾ പറയും അല്ലേ, ക്യൂ ആണ്, ഏറ്റവും പുറകിൽ പോയി നിൽക്കാൻ പറയും. സോ സെയിം ഈസ് ദ കേസ് വിത്ത് ദാറ്റ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. അവിടെ എങ്ങനെയാണ് സംഭവിക്കുക? ഒരാൾക്ക് ഓട്ടോറിക്ഷയിൽ കയറി പോകണമെങ്കിൽ ഒരു പാസഞ്ചർ ഓട്ടോയെ വിളിക്കും. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഏറ്റവും ഫ്രണ്ടിലുള്ള ഓട്ടോ ഡ്രൈവർ വരും, ഓട്ടോ പോകും. ഓട്ടം കഴിഞ്ഞ് വന്ന ഓട്ടോ അതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഇൻസേർട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്ലേസ് ചെയ്യും, പാർക്ക് ചെയ്യും. അപ്പോൾ ക്യൂവിനുള്ള സ്വഭാവം, ക്യൂവിൽ എങ്ങനെയാണോ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നത്, ഡേറ്റ മീൻസ് നമ്മുടെ അത് ഇൻഡിവിജ്വൽ ആവാം, ഓട്ടോ ആവാം, എന്തും ആവാം. ക്യൂവിൻ്റെ പ്രത്യേകത നേരത്തെ കണ്ട സി ഡി പാക്കിൻ്റെ പ്രത്യേകതയല്ല. അവിടെ ക്യൂവിൽ ന്യൂ അഡീഷൻ നടക്കുന്നത് റയർ എൻഡിലാണ്, ബാക്ക് എൻഡിലാണ്. ക്യൂവിൽ നിന്നും പുതിയ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിൽ നിന്നാണ്. ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഓരോ ഡേറ്റയും ആക്സസ് ചെയ്യുന്നത്. ഇതേവരെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന 3 സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കി. ആദ്യമേ പ്ലേറ്റ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് സി ഡി പാക്ക്, അവിടെ സി ഡിയുടെ എണ്ണം, ഓരോ സി ഡിയും അടുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ട സ്റ്റുഡൻസ് ക്യൂവിൽ നിൽക്കുന്നത്. 3 വ്യത്യസ്ത തരത്തിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെങ്കിലും 3-നുമുള്ള പ്രത്യേകത, കോമൺ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എല്ലാത്തിനും സൈസ് ലിമിറ്റഡ് ആയിരിക്കും. വിച്ച് മീൻസ് ഒരു ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിന് പരിധിയുണ്ട്. 50 പേരെ മാത്രം നിൽക്കാവുന്ന ഒരു സ്ട്രക്ചർ ആണെങ്കിൽ 51ാമത്തെ ആൾ വരുമ്പോൾ അയാൾക്ക് ക്യൂവിലേക്ക് വരാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ പ്ലേറ്റിൻ്റെ കേസ് പറഞ്ഞു. പ്ലേറ്റിൻ്റെ സ്റ്റാൻഡിനും ഒരു കപ്പാസിറ്റി ഉണ്ട്, ബിയോണ്ട് വിച്ച് നോ വൺ ക്യാൻ ആഡ് എ ന്യൂ പ്ലേറ്റ് ഇൻ ടു ദാറ്റ്, റൈറ്റ്? ലൈക്ക്വൈസ് സി ഡി പാക്ക് ഓൾസോ. സോ ദർ ഈസ് എ ലിമിറ്റ് ഇൻ ദ സൈസ് ഓഫ് ഓൾ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഹിയർ. ഇവിടെ പരിചയപ്പെട്ടത് വ്യത്യസ്ത തരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സാണ്. കളക്ഷൻസ് ഓഫ് ഡേറ്റയെ കൃത്യമായി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ നാം എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന വ്യത്യസ്ത ഉദാഹരണങ്ങളാണ് അവസാനം പരിചയപ്പെട്ട 3 പിക്ചറുകളിലും നമ്മൾ മനസ്സിലാക്കിയത്.
ആദ്യം കുറേ ടോയ്സ് കൂട്ടിയിട്ടിരുന്നു. അവിടെ നിന്ന് നമുക്കൊരു ടോയെ ആക്സസ് ചെയ്യാൻ എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നാൽ we arranged them in a proper order. Then our access was quite easy. So here comes the definition of data structure. Data structure is a particular way of organizing similar or dissimilar logically related data items which can be processed as a single unit. Data structure ഒരു സ്ട്രാറ്റജിയാണ്. എന്തിനുള്ള? ഐറ്റംസിനെ അറേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഈ ഐറ്റംസ് എന്ന് പറയുമ്പോൾ, ഇൻഡിവിജ്വൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ അവ സിമിലർ ആവാം, ഡിസിമിലർ ആവാം. ബട്ട് ഓഫ് കോഴ്സ് ദേ ആർ ലോജിക്കലി റിലേറ്റഡ്. പ്ലേറ്റ്സ് പറഞ്ഞു, പ്ലേറ്റുകളുടെ കൂട്ടം, ഓട്ടോറിക്ഷാസ്, ബസ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, സ്റ്റുഡൻസ്, ഇവയെല്ലാം ലോജിക്കലി റിലേറ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിനോട് ഒരാളുകളുടെ കൂട്ടമാണ്. ഇവയെല്ലാം പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക തരത്തിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡേറ്റാ സ്ട്രക്ചർ നമുക്ക് തരുന്ന ബെനിഫിറ്റ് എന്താണ്? ഇറ്റ് അലൗസ് ദ യൂസേഴ്സ് ടു കമ്പൈൻ വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ ആൻഡ് ഓൾസോ ഇറ്റ് അലൗ processing of the group as a single unit. So that was the introduction about data structure. Next is classification of data structures. We can classify data structures into two broad categories: simple data structure and compound data structure. ഇതിൽ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അറേ, സ്ട്രക്ചർ എന്നിവ ഉപയോഗിച്ചാണ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. എന്താണ് അറേസ്? ഒരേ തരത്തിലുള്ള ഡേറ്റയെ, ഹോമോജീനിയസ് ഡേറ്റയെ കോൺസിക്വൻ്റ് ലൊക്കേഷനുകളിൽ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമായിരുന്നു അറേസ്. അത് സിംഗിൾ ഡയമെൻഷണൽ അറേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു അറേയിലേക്ക് ആ അറേയുടെ കപ്പാസിറ്റി എത്രയാണോ, അതിൻ്റെ സൈസ് എത്രയാണോ, അത്രയും എലമെൻറ്റ്സിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയതാണ്. നെക്സ്റ്റ് ഈസ് സ്ട്രക്ചർ. ദറ്റ് ഈസ് അനദർ data structure which is also come under the category of simple data structure. We also know the definition of structure. It groups logically related data items. അറേ ഉപയോഗിച്ചിരുന്നത് എന്തിനാണ്? ഒരേ തരത്തിലുള്ള ഡേറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മാർക്സ് അങ്ങനെയാണെങ്കിൽ ഇൻറ്റിജർ വാല്യൂസിനെ മാത്രം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസിനെ മാത്രം, അവയെല്ലാം ഹോമോജീനിയസ് ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി അറേ ഉപയോഗിച്ചതെങ്കിൽ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിന്, അവയെ കളക്റ്റീവായി റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഒരു സ്റ്റുഡൻറ്റിന് നെയിം ഉണ്ടാവാം, സ്റ്റുഡൻ്റ് ഐ ഡി ഉണ്ടാവാം, സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ്, ക്ലാസ്, മാക്സിമം മാർക്ക്, അങ്ങനെയുള്ള അനവധി ഫീൽഡുകൾ ഒരു സ്ട്രക്ചറിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻ്റായിട്ട് നമുക്ക് കാണാം. സോ ദീസ് ആർ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ. വാട്ട് ഈസ് കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ? Here, simple data structures are combined in various ways to form compound data structures. Compound data structuresനെ വീണ്ടും നമുക്ക് പലതായി ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഒരു ഡേറ്റാ സ്ട്രക്ചർ ലീനിയർ ആണ് എന്ന് പറയണമെങ്കിൽ ആ ഡേറ്റാ സ്ട്രക്ചറുള്ള എല്ലാ എലമെൻറ്റ്സും ഒരു സീക്വൻഷ്യൽ ഫോമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകണം. വിച്ച് മീൻസ് വൺ ആഫ്റ്റർ അനദർ. It should be represented in sequential form in the memory. Then what will be non-linear? If the elements do not form any sequence in memory, or I can simply randomly place without any sequence, if I can place elements in the memory, I can say that kind of data storage follows non-linear structure. ഇവിടെ ഡേറ്റയെ അല്ലെങ്കിൽ എലമെൻസിനെ, ഒരു ഡേറ്റ സ്ട്രക്ചറിൽ ഇൻഡിവിജ്വൽ എലമെൻസിനെ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്നും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്നും തിരിക്കുന്നത്. ഇനി ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത വിഷയം. ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എക്സാമ്പിൾസ് ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്നിവ.
Coming to another category, non-linear data structure, which doesn't follow any sequential fashion in element storage. ട്രീ, ഗ്രാഫ് തുടങ്ങിയവയാണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇതിൽ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് തുടങ്ങിയ 3 ലീനിയർ ഡാറ്റ സ്ട്രക്ചറുകളെ കുറിച്ച് വിശദമായി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതേസമയം ട്രീ, ഗ്രാഫ് തുടങ്ങിയവ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കും. ഗ്രാഫിൻ്റെ ചെറിയൊരു ആപ്ലിക്കേഷൻ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫ്രണ്ട്സിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നു, അവയെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ഒരു സോഷ്യൽ ഗ്രാഫ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഗോ ആൻഡ് റീഡ് മോർ അബൌട്ട് ദാറ്റ്. സോ ദാറ്റ് വാസ് വൺ പോസിബിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. ഇനി ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡേറ്റയെ മെമ്മറിയിൽ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ട്രാറ്റജികളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ക്ലാസിഫിക്കേഷനും ഇവിടെ സാധ്യതയുണ്ട്. ഡാറ്റ സ്ട്രക്ചറിനെ മറ്റൊരു തരത്തിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെമ്മറി അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ എലമെൻറ്റ്സിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക, അതിനെ ആക്സസ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ ഡാറ്റ സ്ട്രക്ചറിൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ എത്രമാത്രം മെമ്മറിയെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സ്ട്രാറ്റജിയിലാണ് ഓരോ എലമെൻറ്റിനെയും സ്റ്റോർ ചെയ്യുന്നതിന് ഡാറ്റ സ്ട്രക്ചർ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദർ ഈസ് അനദർ കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് dynamic data structure. Static data structures are associated only with primary memory. Here, the required memory is allocated before the execution of the program. ഒരു ഡാറ്റാ സ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള മെമ്മറി, അതിൽ എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണമോ അതിനാവശ്യമായിട്ടുള്ള മെമ്മറി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റാ സ്ട്രക്ചർ നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റിക് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയാം. വിച്ച് മീൻസ് ദ റിക്വയർഡ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ആൻഡ് ദ അവൈലബിൾ മെമ്മറി വിൽ ബി ഫിക്സഡ് ത്രൂ ഔട്ട് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. 5 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യുക, അതിനുവേണ്ടി ഞാൻ 5 സൈസുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഐ കനോട്ട് ആഡ് അനദർ മാർക്ക് ഇൻ ടു ദാറ്റ് അറേ, റൈറ്റ്? 6th സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് അതിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആഡ് ചെയ്യാൻ സാധിക്കില്ല, ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ മെമ്മറി ഫിക്സഡ് ആണ്. ഇതിനെ നമുക്ക് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. ഇവിടെ അറേ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്, അതിൻ്റെ സൈസ് ഫിക്സഡ് ആണ്. അറേ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിന് ഒരു എക്സാമ്പിളാണ്. കമ്മിങ് ടു ദി സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ, വിച്ച് ഈസ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, here memory is allocated during the execution of the program. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുന്നതിന് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡാറ്റ സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് കമ്മിങ് അണ്ടർ ദിസ് കാറ്റഗറി. ഒരു പ്രോഗ്രാമിൻ്റെ ഡിക്ലറേഷൻ പാർട്ടിൽ ഇവിടെ നാം ആ ഡാറ്റ സ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള സൈസിനെ സ്പെസിഫൈ ചെയ്യേണ്ട എന്ന് ചുരുക്കം. അറേ സൈസ് 5 എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ നമുക്കറിയില്ല എത്ര എലമെൻറ്റ്സ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. there are situations where we cannot anticipate the number of elements that could be accommodated in a data structure. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ എത്ര എലമെൻറ്റ് വരും എന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ പ്രസക്തി. എന്നാൽ നേരത്തെ കണ്ട അറേ അങ്ങനെയല്ല. 5 സ്റ്റുഡൻസിനെ മാർക്ക് എൻട്രി ചെയ്യൂ എന്ന് നമുക്കറിയാം. ദർ വി യൂസ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, അതിൻ്റെ മെമ്മറി സൈസ് ഇൻക്രീസ് ചെയ്യും ഓരോ എലമെൻറ്റും ആഡ് ചെയ്യുമ്പോൾ. ഇനി ഓരോ എലമെൻറ്റിനെയും ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കൂടുകയും ചെയ്യും. Now let us see what are different possible operations on data structures. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റയെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? അതിലേക്ക് പുതിയ ഡാറ്റ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യാം, അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യാം, അവയെ പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്യാം, അവയിൽ നിന്നും ഒരു എലമെൻറ്റിനെ സെർച്ച് ചെയ്യാം. ഇതെല്ലാം ഡാറ്റ സ്ട്രക്ചറിൽ ഉള്ള ഓപ്പറേഷൻസ് ആണ് എന്ന് പറയാം. ഈ ഡാറ്റ സ്ട്രക്ചറിലുള്ള ഓരോ ഓപ്പറേഷനും അതിൽ എത്രമാത്രം ഡാറ്റ ആഡ് ചെയ്തിരിക്കുന്നു, ആ ഡാറ്റ സ്ട്രക്ചറിൻ്റെ സ്വഭാവം, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഡാറ്റയെ ആക്സസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു.
നമ്മുടെ ഓരോ സിറ്റുവേഷനിലും ഏത് ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിക്കണമെന്നുള്ളത് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും. അവയിൽ നിന്നും എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഡേറ്റയെ ആക്സസ് ചെയ്യേണ്ടതുണ്ട്, എത്രമാത്രം ഡേറ്റയെ നമുക്ക് അതിൻ്റെ അക്യുമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ പൊസിഷനിൽ നിന്നും ഡേറ്റയെ ആക്സസ് ചെയ്യേണ്ടതുണ്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതേവരെ പരിചയപ്പെട്ട ലീനിയർ ഡേറ്റ സ്ട്രക്ചർ വേണോ, നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ വേണോ, സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ വേണോ, കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ വേണോ, അതിൽ തന്നെ സ്റ്റാക്ക്, ക്യൂ, ഗ്രാഫ് ഏത് വേണം എന്നുള്ളതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ബേസിക് ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആർ ട്രാവേഴ്സിംഗ്, സെർച്ചിങ്, ഇൻസേർട്ടിംഗ്, deleting, sorting and merging. Let's look each and every operation in detail. First one is traversing. +1 array പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് traversing. Traversing is an operation in which each element of a data structure is visited at least once. ഒരു array കൺസിഡർ ചെയ്യുക. ആ അറേയിലുള്ള എല്ലാ എലമെൻറ്റിനെയും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രാവേഴ്സൽ എന്ന് പറയാം. ഈ ട്രാവേഴ്സിൽ തുടങ്ങുന്നത് എവിടെയാണ്? ഫ്രം ദ ബിഗിനിങ്ങിൽ തുടങ്ങി നെക്സ്റ്റ് എലമെൻറ്റ് അങ്ങനെ അഡ്വാൻസ് ചെയ്ത് ടിൽ ദ എൻഡ് ഓഫ് ദി അറേ റീച്ചസ്. ഓരോ എലമെൻറ്റിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വിസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നു. ഈ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അത് ഡിസ്പ്ലേയിങ് ആവാം. നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് സെർച്ചിങ്. ഇതും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സെർച്ചിങ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് finding the location of a particular element in a data structure. ഒരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്, സ്റ്റാക്ക് ആവാം, ക്യൂ ആവാം, എന്തുമാകാം, അറേ ആവാം. നമ്മുടെ കയ്യിലൊരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്, അത് അറേ ആവാം, ക്യൂ ആവാം, എന്തുമായിക്കോട്ടെ. അതിൽ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ ഏതാണ് എന്ന് കണ്ടെത്തുന്നതിനെയാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എലമെൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല സെർച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഒരു ഡേറ്റ സ്ട്രക്ചറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും സെർച്ചിങ്ങിൻ്റെ പരിധിയിൽപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എംപ്ലോയീസിൻ്റെ സാലറി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു അറേ, അവിടെ 50,000 രൂപയിൽ കൂടുതൽ സാലറി വാങ്ങുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാൻ പറഞ്ഞാലോ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാവും. Clear? So, searching implies accessing the values stored in the data structure. Next operation is sorting. It is the logical ordering of individual elements in a data structure. ഒരു പ്രത്യേക തരത്തിൽ അതിലുള്ള എലമെൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് എലമെൻറ്റിനെ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സോർട്ടിംഗ് എന്നുള്ളത്. കഴിഞ്ഞ വർഷം അറേ സോർട്ടിംഗ് നമ്മൾ പഠിച്ചതാണ്. സെലക്ഷൻ സോർട്ട്, ബബിൾ സോർട്ട്. അവിടെ നമ്പേഴ്സാണ് സോർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ അസെൻഡിങ് ഓർഡർ സോർട്ടിംഗ് എന്നോ ഡിസെൻഡിങ് ഓർഡർ സോർട്ടിംഗ് എന്നോ പറയാം. ബട്ട് ഇഫ് യു ആർ സോർട്ടിംഗ് ലിസ്റ്റ് ഓഫ് നെയിംസ് വി ക്യാൻ സേ ആൽഫബറ്റിക്കൽ സോർട്ടിംഗ്, റൈറ്റ്? സോ സോർട്ടിംഗ് ഈസ് എ ടെക്നിക് ഓഫ് അറേഞ്ചിങ് ദ എലമെൻറ്റ്സ് ഇൻ എ സ്പെസിഫിക് ഓർഡർ, എയ്തർ അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സോർട്ടിംഗ്? If an array or if a data structure is sorted, we can easily access individual element from that data structure. ഒരു ബൈനറി സെർച്ച് നമ്മൾ കണ്ടതാണ്. സോർട്ടഡ് അറേയിൽ നടത്തിയ സെർച്ച് ആയിരുന്നു ബൈനറി സെർച്ച്. കമ്മിങ് ടു ദ മെർജിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് എലമെൻറ്റ്സ് ഓഫ് ടു സോർട്ടഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ടു ഫോം എ സിംഗിൾ വൺ. രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറുകളെ ഒന്നാക്കുന്ന പരിപാടിയാണ് മെർജിങ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷനുണ്ട്. കമ്പൈനിങ് എലമെൻറ്റ്സ് ഓഫ് ടു സോർട്ടഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ടു ഫോം എ ന്യൂ വൺ. പ്രൊവൈഡഡ് നമ്മൾ മെർജ് ചെയ്യുന്ന രണ്ട് ഡേറ്റ സ്ട്രക്ചറും സോർട്ടഡ് ഓർഡറിലായിരിക്കണം. സിംപ്ലസ്റ്റ് ഫോം ഓഫ് മെർജിങ് ഒരു എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് അറേ മെർജ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു അറേ 5 എലമെൻറ്റ് അതിൻ്റെ അകത്തുണ്ട്, 5 അതിൻ്റെ സൈസ്. മറ്റൊരു അറേ അതിൻ്റെ സൈസ് 15. ഹൗ ഡു ഐ മെർജ് ദീസ് ടു അറേസ്? ഐ സിംപ്ലി ക്രിയേറ്റ് അനദർ അറേ ഓഫ് സൈസ് 20. ഇതിൻ്റെ രണ്ടിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ 5 + 15 20 സൈസുള്ള മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇവിടെ ഡിസ്കസ് ചെയ്ത ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻസിൽ സോർട്ടിംഗ്, മെർജിങ്, സെർച്ചിങ് ഇവയെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇൻഫർമേഷനെ കൃത്യമായി, എഫിഷ്യൻ്റായി, എഫക്റ്റീവായി പ്രോസസ്സ് ചെയ്യുന്നതിന് ഓരോ ഡേറ്റ എലമെൻറ്റ്സിനെയും
കൃത്യമായി പൊസിഷൻ ചെയ്യുക, അതാണല്ലോ നമ്മുടെ ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ഉദ്ദേശം. സോ ഇഫ് ഡേറ്റ ആർ അറേഞ്ച്ഡ് ഇൻ എ പ്രോപ്പർ ഫാഷൻ, ഇൻ എ സ്പെസിഫിക് മാനർ, ഇൻ എ പ്രോപ്പർ മാനർ, the data access will be quite easy, fast and efficient. So that was about introduction of data structure and its concepts. By that we are concluding today's class. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വലിയ സബ്ജക്റ്റിലേക്കുള്ള ചെറിയ ഒരു എൻട്രി ആണ് നമ്മൾ നടത്തിയത്. By that we are concluding today's class. Thank you all.